നിയമസഭയിൽ ഇന്ന് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ കടുത്ത വാക്പോരും ബഹളവും. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഇളവുകൾ ഒരു പ്രമുഖ സ്വകാര്യ മദ്യക്കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതോടെയാണ് സഭ പ്രക്ഷുബ്ധമായത്. എന്നാൽ ബജറ്റ് ചർച്ചകളുടെ പരിധിയിൽ വരുന്ന വിഷയമായതിനാൽ ഇതിന് അനുമതി നൽകാൻ കഴിയില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിലപാടെടുത്തു. സഭയിൽ വിശദമായ ചർച്ച നടക്കേണ്ട കാര്യമാണെന്നും ബജറ്റ് ചർച്ചകൾക്ക് ശേഷം സർക്കാർ ഇതിൽ വ്യക്തമായ മറുപടി നൽകുമെന്നും സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും പ്രതിപക്ഷം അടങ്ങിയില്ല. തുടർന്ന് സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തി. പ്രമുഖ ബ്രാൻഡായ ബെക്കാഡിക്ക് കോടികളുടെ അമിതലാഭം കൊയ്യാൻ വേണ്ടിയാണ് സർക്കാർ വിചിത്രമായ രീതിയിൽ നികുതി ഇളവ് നൽകിയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ നികുതി കുറയ്ക്കലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് 2023 തന്നെ ബെക്കാഡി കമ്പനി അപേക്ഷ സമർപ്പിച്ചിരുന്നതാണെന്നും എന്നാൽ ജനഹിതം മുൻനിർത്തി അന്ന് യാതൊരുവിധ ധൃതിയും കാണിച്ചില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ പുതിയ ഭരണകൂടം അധികാരമേറ്റെടുത്തതോടെ ഫയലുകൾക്ക് അസാധാരണമായ വേഗത കൈവന്നതായും വെറും 7 ഉദ്യോഗസ്ഥർ അതിവേഗത്തിലാണ് ഈ ഫയൽ പാസ്സാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ തർക്കങ്ങൾക്കിടയിലാണ് സഭയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത സ്പീക്കറുടെ കിടിലൻ മറുപടി വന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്പീക്കറെ അഭിസംബോധന ചെയ്ത് അങ്ങയെപ്പോലൊരു നീതിമാൻ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ ഇത്തരമൊരു അനീതി നിയമസഭയിൽ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ തിരുവഞ്ചൂരിന്റെ കൗണ്ടർ വന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോഴും അങ്ങയിൽ നിന്ന് നീതി ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്ന സ്പീക്കറുടെ തഗ് സഭയിൽ വലിയ ചിരിക്ക് വഴിവെച്ചു. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട സമഗ്ര വീഡിയോയും തിരുവഞ്ചൂരിന്റെ മാസ് മറുപടിയും കാണാം. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ ബജറ്റിന്റെ ഷെഡ്യൂൾ അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് ഫിനാൻസ് ബിൽ ഉണ്ടായിരുന്നില്ല. അത് കാണിക്കുന്നത് പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ്. അപ്പോൾ പുതിയ നികുതി നിർദ്ദേശത്തെക്കുറിച്ച് യാതൊരു ആലോചനയും ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭം കൊയ്യാൻ പറ്റുന്ന അവസരം മെല്ലെ ഇതിൽ തിരികിയിരിക്കുകയാണ്. ഇത് ഗൗരവമായ വിഷയമാണ്. സർ, നാം കാണേണ്ടത് 251% നിലവിലുള്ള നികുതി, അതാണ് 120% കുറക്കുന്നത്. സർ, 131% കുറവ്. സർ, എന്തിനു വേണ്ടിയാണിത്? ആർക്കു വേണ്ടിയാണിത്? നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം? സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഗുണം? സർ, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല ഈ വന്നിട്ടുള്ള നിർദ്ദേശം. അപ്പോ ഇതിന്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. ഇവിടെയാണ് പ്രശ്നം. സർ, ഇവിടെയാണ് പ്രശ്നം. കർണാടകയിലെ ഒരു മദ്യ കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം സർ നമ്മുടെ സ്വകാര്യ പുസ്തക കമ്പനിയായ ബെക്കാർഡി അവർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങേപോലെ ഒരാളെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്റർഫിയർ ചെയ്തത് എനിക്കും വിഷമമുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അടിയന്തര പ്രമേയത്തിലുള്ള സാധ്യത ഒഴിവാക്കി അതിനകത്തെ കണ്ടൻസിലോട്ട് പിന്നെ നമുക്ക് പോകാൻ കഴിയില്ല. അങ്ങക്ക് വാക്കൗട്ട് ഉണ്ടെങ്കിൽ അങ്ങക്ക് ആ കാര്യം ഒരു വിവരം പറഞ്ഞ് വാക്കൗട്ട് നടത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ടോ? സർ, ഞാനൊരു കാര്യം പറയാ. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം അതിദ്രുതഗതിയിൽ നടക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അങ്ങയെപ്പോലുള്ള ഒരു നീതിമാൻ ആ ചെയറിൽ ഇരുന്നുകൊണ്ട് ഇരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു കാര്യം സംഭവിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങയിൽ നിന്ന് ഞാൻ നീതി ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. സർ, നമ്മുടെ നാട്ടില് സോഫ്റ്റ് ഡ്രിങ്ക് പോലെ സാർവത്രികമാക്കാനാണ് പോകുന്നത്. ഇതാണ് ഗൗരവമായ തരത്തിലും ഇത് അനുവദിക്കാൻ പറ്റില്ല. നമ്മുടെ നാടിന് വലിയ ഗുരുതരമായ പ്രത്യാഘാതമാണ്. അതാണ് സംഭവിക്കുന്നത് എന്ന് നാം കാണണം. ഇന്നും നാളെയുള്ള ചർച്ചകളിൽ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ഏതായാലും ഇത് കൺക്ലൂഡ് ചെയ്യും. അങ്ങയുടെ റൂളിംഗ് ആണെങ്കിലും ഇതിന്റെ പിന്നിലുള്ള താല്പര്യം നമുക്ക് ഗവൺമെന്റിന്റെ നിലപാടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിലപാടിലേക്ക് അങ്ങ് കഠിനമായി നിൽക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതല്ല,
ഞാൻ നിയമവും ചട്ടവും കീഴ്വഴക്കങ്ങളും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ ലഹരിയെ കുറിച്ച് ബഹുമാനായ ആഭ്യന്തരമന്ത്രി പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ, ലഹരിയുടെ ആപത്തിനെ കുറിച്ച്. ആ ലഹരിയിലേക്ക് ആളുകളെ തള്ളിവിടുന്നതിനുള്ള ഒരു വഴിയായിട്ടാണ് ഇത് വരുന്നത്. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സഹകരിക്കാൻ സാധാരണഗതിയിൽ പ്രയാസമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.